നമസ്കാരം. നമസ്കാരം. CPI CPM വിവാദം പുതിയ വഴിത്തിരിവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊട്ടിത്തെറിയുടെ വക്കിലാണെന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം തുടങ്ങിയിട്ട് ഇപ്പോൾ 3 മാസമാകുന്നു. ഇതിനിടയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്നിരിക്കുന്നത് ഒരു പ്രാവശ്യമാണ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി ഞങ്ങൾ ഇനി ഒരു കാരണവശാലും പുറകോട്ടേക്കില്ല, ഞങ്ങൾക്കിത് കിട്ടിയേ പറ്റൂ എന്ന് CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം അസന്നിഗ്ധമായി CPI-യുടെ പിണറായി വിജയൻ ആകട്ടെ അത് CPM-ന് അവകാശപ്പെട്ട സ്ഥാനമാണ്. അതുകൊണ്ട് ഇനി അതിൽ വേറൊരു ചർച്ചയുടെ വിഷയമില്ല, ആ വാതിൽ അടഞ്ഞാണ്. ഇല്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് സമയം കളയേണ്ടതില്ല. CPI-ക്ക് അതൊരു മോഹം മാത്രമാണ്, നടക്കില്ല. ഇനി ഉപനേതൃസ്ഥാനം വേണമെന്നുണ്ടെങ്കിൽ സ്പീക്കറിന് ഒരു കത്ത് കൊടുക്കണം. ആ കത്ത് ഞാൻ നൽകും. പിണറായി വിജയൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ അത് ആർക്കായിരിക്കും ആ സ്ഥാനം എന്ന് മാധ്യമങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ തീർച്ചയായും യാതൊരു സംശയമില്ല, അത് CPM-ന് തന്നെ അവകാശപ്പെട്ടതാണ്. ആ വിഷയത്തിൽ ചർച്ചയില്ല എന്ന് പറഞ്ഞിട്ട് ചർച്ചയുടെ സാധ്യത പോലും തള്ളിക്കളഞ്ഞ് വാതിലടച്ചു. ഇതിനെതിരെ CPI അതിശക്തമായി തീരുമാനമെടുത്തു. അവരൊരുമിച്ച് യോഗം ചേർന്നു, സമിതി ചേർന്നിട്ട് ഇനി ഇങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ട് നിൽക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി തന്നെ ഇരിക്കണം, ശക്തമായ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകും, മുന്നണി ചർച്ച ചെയ്തേ പറ്റൂ എന്ന് പറയുന്നു. ഇന്നിപ്പോൾ TP രാമകൃഷ്ണൻ മുൻ LDF കൺവീനർ ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് എന്നാണ്. അപ്പോൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്ന കണ്ടു. അതൊരു ചെറിയ വിഷയമാണ്, ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ CPI-യുടെ മുൻ മന്ത്രിയും നേതാവുമായ C ദിവാകരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് CPI-ക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം അവകാശപ്പെട്ടതാണോ അല്ലയോ എന്ന് പറയാൻ പിണറായി വിജയൻ ആരാണ്, അയാൾ ആരാ എന്നാണ് പറഞ്ഞത്. അയാൾ ആരാ അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ? അത് സംസാരിക്കേണ്ടത് ചർച്ചയിലൂടെ ആണ്, അഭിപ്രായം സ്വീകരിക്കേണ്ടത്. നേരത്തെ CPM പലതവണ അത് കൈയടക്കി വച്ചിട്ടുള്ളതായിരുന്നു. പക്ഷെ അതിലിനി ഒരു ചർച്ചയില്ല എന്ന് പറയാൻ അയാൾ ആരാണ്? അയാൾക്ക് യാതൊരു അർഹതയില്ല. അപ്പോൾ ഇത്തരം കോപ്രാട്ടിത്തരങ്ങളൊന്നും CPI-യോട് വേണ്ട എന്ന് C ദിവാകരൻ പറയുന്നു. മാത്രമല്ല, ഈ 2026 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് പിണറായി വിജയനെ കുറിച്ച് അതിനിശിതമായൊരു വിമർശനം പൊതുസമൂഹത്തിൽ അഴിച്ചിട്ടുണ്ടായിരുന്നു. നെയ്മീനില്ലാത്തതിൻ്റെ പേരിൽ ഊണ് കഴിക്കാതെ ആനത്തലവട്ട ആനന്ദൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോയ കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നന്ദകുമാർ സർ ഇതിനെ നോക്കിക്കാണും? അല്പന അധികാരം കിട്ടിയാൽ അർദ്ധരാത്രി കൊട പിടിക്കും എന്നൊക്കെ പറയുന്നൊരു ചൊല്ലുണ്ട്. അത് പിണറായി വിജയനെ സംബന്ധിച്ചോളം 100% സത്യമാണ്. മുമ്പ് നമ്മൾ കേട്ട പിണറായി വിജയൻ ചെത്തുകാരൻ കോരൻ്റെ മകൻ, ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ഒരാളായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പിന്നെ ഓരോന്ന് വെട്ടിപ്പിടിച്ച് ഇങ്ങനെ പോകുമ്പോൾ സ്വന്തം സ്ഥാനത്തെക്കുറിച്ചും സൊസൈറ്റി സമൂഹത്തിലുള്ള വിലയെക്കുറിച്ചും മുന്നണി മര്യാദകളെക്കുറിച്ചും ഒക്കെ മറന്ന് താനാണ് രാജാവ് എന്നുള്ള സ്വയം അഹന്ത തലയിൽ കയറി വിളിച്ചു പറയുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ പ്രഥമദൃഷ്ടിയായിട്ട് തോന്നുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് വളരെ സത്യം. എന്നാൽ കുറുക്കൻ്റെ കൗശലത്തോടെ അദ്ദേഹം ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം ചെന്നുപെട്ടിട്ടുള്ള വലിയ പതനം, അതായത് ലാവ്ലിൻ കേസ് തുടങ്ങി ഇതുവരെയുള്ള കേസുകൾ, CMR-ന്റെ കേസുകൾ വരെയുള്ളതും മാത്രമല്ല, മരുമകൻ അടക്കമുള്ള ആളുകൾ മരുമൻ വഴി കള്ളപ്പണം വിദേശത്തേക്ക് ഹവാല വഴി അയച്ചതടക്കമുള്ള സംഭവം നിൽക്കുമ്പോൾ കേന്ദ്രത്തെ സാറ്റിസ്ഫൈ ചെയ്യുക. പിണറായി വിജയന് കേന്ദ്രം പറയുന്ന പോലെ പ്രവർത്തിക്കുക. അതായത് കേന്ദ്രം മുമ്പ് ആണെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതമായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇപ്പോൾ ഭരണം പോയി വെഴുപ്പുപാലണ്ടം പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത് പിണറായി വിജയൻ. എന്നിരുന്നാലും കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പിടിയുണ്ട്. അപ്പോൾ ആ പിടി ഉപയോഗിച്ച് ഇനി കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്, അതായത് BJP പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയെ തകർക്കുക എന്നുള്ളതാണ്. ഒരു മുന്നണി മര്യാദ വെച്ചിട്ട് സ്വാഭാവികമായിട്ടും എന്താണ് ചെയ്യേണ്ടത് ആ പാർട്ടി? പിണറായി വിജയൻ, ഞാൻ അതിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന ആളാണ്, മുന്നണി മര്യാദകൾ വെച്ചിട്ട് മുന്നണിയുമായി ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമാണ്. CPM ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട വിഷയമല്ല. അത് മുന്നണി തീരുമാനമെടുക്കും ഉചിതമായിട്ട് എന്ന് പറയേണ്ടതിന് പകരം അതിലെ രണ്ടാമത്തെ പ്രധാന കക്ഷിയായ CPI-യെ തള്ളിക്കളഞ്ഞുകൊണ്ട് കൃത്യമായി പറഞ്ഞു അത് CPM-ന്റെ നേതാവാണ് പ്രതിപക്ഷ ഉപനേതാവായി വരിക എന്ന് പച്ചയായി പറയുന്നുണ്ടെങ്കിൽ സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാലോ, അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാലോ,
പിണറായി വിജയൻ എന്ന് പറയുന്ന ആള് ഹന്തയും ഇതൊക്കെ ധിക്കാരൊക്കെ ഉണ്ടെങ്കിലും ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് സ്വന്തമായി തീരുമാനം എടുക്കാനോ പറയാനുള്ള അധികാരമില്ല. അത് മുന്നണിയാണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള ഒറ്റ വാക്കാണ് അദ്ദേഹം പറയേണ്ടത്. അതാണ് മുന്നണിയുടെ നേതാവായ ടി പി രാമകൃഷ്ണൻ പറഞ്ഞത്. അതിനെ ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് സി ദിവാകരൻ എപ്പോഴും പച്ചയ്ക്ക് പറയുന്ന, കൃത്യമായി വെട്ടിത്തുറന്ന് പറയുന്ന, പിണറായി വിജയന്റെ ധാർഷ്ട്യത്തെയും അഹങ്കാരത്തെയും ഒരു പുല്ലുവില കൽപ്പിക്കാതെ അടച്ച് അടിക്കുന്ന സി ദിവാകരൻ ഇപ്പോൾ രംഗത്ത് വന്ന് അയാൾ എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി ആരോപിച്ചിരിക്കുന്നതിന് കാരണം എന്താ? പിണറായി വിജയനെ സി ദിവാകരൻ ഒരു വിലയും വെക്കുന്നില്ല. കള്ളപ്പണം ഉണ്ടാക്കി വിദേശത്ത് കോടികൾ ഉണ്ടാക്കിയ ഒരാള്, അതേപോലെ മക്കളെയും കുടുംബത്തെയും ഒക്കെ, പ്രത്യേകിച്ച് മകളെയും ഒക്കെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത നേതാവ് എന്നൊക്കെ നിലയിലാണ് സി ദിവാകരൻ ഇദ്ദേഹത്തെ കാണുന്നത്. അല്ല, മറ്റൊരു ഗുരുതരമായ ആരോപണം കൂടി സി ദിവാകരൻ നേരത്തെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ജഡ്ജിയെയും ഒരു പെണ്ണിനെ ഉപയോഗിച്ച് 10-15 കോടി രൂപ മുടക്കി കണാകുണ റിപ്പോർട്ട് എഴുതി വെച്ചു എന്നാണ് സോളാർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് അദ്ദേഹം വിശേഷിപ്പിച്ചത് സി ദിവാകരൻ. അല്ലാതെ അത് വളരെ വ്യക്തമാണ്. ഉമ്മൻചാണ്ടിയെ കള്ളക്കേസിൽ കുടുക്കി ഭരണം പിടിക്കാൻ വേണ്ടി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സരിതാ നായർ എന്ന് പറയുന്ന കുപ്രസിദ്ധയായ ലേഡിയെ ഉപയോഗിച്ച് ഗണേശനും പിണറായിയും കൂടെ 10-25 കോടി ചെലവാക്കി അങ്ങനെ ഉമ്മൻചാണ്ടി എന്ന മഹാനായ മനുഷ്യനെ വളരെ മോശമാക്കി, അദ്ദേഹം ലൈംഗിക വൈകൃതത്തിന്റെ ആളാക്കി മാറ്റി ചിത്രീകരിച്ച് അന്ന് ജനങ്ങളിൽ വലിയ പ്രചരണം ഉണ്ടാക്കി. അങ്ങനെയാണ് പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത്. സാറേ, ഈ സി ദിവാകരന്റെ കനൽ വഴികൾ എന്ന പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം അത് പറഞ്ഞേക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ അത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നും പറയാൻ നാളിതുവരെ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അല്ല, പിണറായി വിജയൻ തയ്യാറാവാൻ പറ്റില്ല. അതിന്റെ സത്യാവസ്ഥ അത് ലോകത്തിൽ എല്ലാവർക്കും അറിയാം. പിണറായി വിജയനും ഗണേശനും സരിതയും ചേർന്ന് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഗൂഢാലോചന നടത്തി. ഇങ്ങനെ ഒരു 21 പേജ് ആദ്യം എഴുതി വെച്ചിരുന്നു. അതിനകത്ത് 5 പേജും കൂടെ എഴുതി ചേർത്തു. അതിൽ പറയുന്ന എന്താണ്? ഈ പറയുന്ന ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിൽ വെച്ച് ലൈംഗിക വൈകൃതത്തിന് സരിതയെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പിണറായിക്കല്ലാതെ വേറെ ആർക്കും കഴിയില്ല. അല്ല, ഈ ലോകം പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാ ആളുകളും, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രത്തോളം ജനകീയനായിട്ടുള്ള മറ്റൊരു നേതാവ് ഉമ്മൻചാണ്ടിയെ പോലെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ജനകീയ സ്വീകാര്യത, അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടി വീണ്ടും അങ്ങനെ തുടർന്നു പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും പിണറായി വിജയന് അധികാരത്തിൽ വരാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടാണ് അന്ന് ഈ സോളാർ വനിതയെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ചില പരിപാടികൾ ഉണ്ടാക്കിയത്. അതിൽ കൃത്യമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയായിരുന്നു പിൽക്കാലത്ത് ഈ കനൽ വഴികൾ എന്ന പുസ്തകത്തിലൂടെ സി ദിവാകരൻ ചെയ്തത്. അപ്പോൾ അതിനോടൊപ്പം സാർ ഉൾപ്പെടെയുള്ള നിരവധി മാധ്യമപ്രവർത്തകർ പലവട്ടം പറഞ്ഞ കാര്യമാണത്. ഉമ്മൻചാണ്ടിക്കെതിരെ നടന്നൊരു ട്രാപ്പ് UDFിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക, പിണറായി വിജയൻ ഭരണം പിടിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണെന്നുള്ളത്. അത് പലപ്പോഴും പരോക്ഷമായിട്ട് സരിതയ്ക്കുമൊക്കെ സമ്മതിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പിന്നീട് അതേക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താതിരിക്കാൻ വേണ്ടി വേണ്ടപ്പെട്ട ആരൊക്കെയോ ശ്രദ്ധിക്കുകയും പിന്നീട് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സാറ് തന്നെ ഒരിക്കൽ അവരെ ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചതൊക്കെ നമ്മൾ പ്രേക്ഷകരെ കേൾപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, കേൾപ്പിക്കാൻ പറ്റിയ കാര്യങ്ങൾ. അപ്പോൾ എപ്പോഴും ഈ യാഥാർത്ഥ്യങ്ങൾ ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ പോലും അത് യാഥാർത്ഥ്യം ഇന്നതാണെന്ന് ജനം തിരിച്ചറിയണം എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി സി ദിവാകരൻ ചിലപ്പോഴൊക്കെ ചില വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഈ പിണറായി വിജയനെതിരെ ഈ സി ദിവാകരൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സംഭവം ഒരുപക്ഷെ CPIയിൽ മറ്റ് നേതാക്കന്മാരാരും പറയാത്ത കാര്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. ബിനോയ് വിശ്വം ശക്തിയുക്തം അതിനെ നമ്മൾ നേരിടും, പ്രതികരിക്കും, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നൊക്കെ വടിവത്ത ഭാഷയിൽ പറയുക എന്നല്ലാതെ അത് ശരിയല്ല. അത് പറയാൻ പിണറായി വിജയന് എന്ന പ്രതിപക്ഷ നേതാവിന് അധികാരമില്ല. ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണെന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞേക്കണേ ഇപ്പോൾ. അതായത് ഒരു മുന്നണിയുടെ ഭാഗമായിട്ടാണ് അധികാരങ്ങൾ പങ്കിടുന്നത്. അതിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അധികാരമില്ല. പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ കൂടിച്ചേർന്ന് ഒരുമിച്ചെടുക്കുന്ന തീരുമാനമാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ CPI അതിന്റെ 2ാമത്തെ കക്ഷിയാണ്. അവർക്ക് 8 സീറ്റുണ്ട്. കഴിഞ്ഞ 18 സീറ്റാണ് 16 സീറ്റാണ് CPMന് കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ പറയുന്ന പിണറായി ഇതിൽ CPMന് ഓട്ടോമാറ്റിക് പറയാത്തന്നെ CPIക്ക് ആ സ്ഥാനം കൊടുക്കേണ്ടതാണ്. എന്നാൽ പിണറായി വിജയന് കൃത്യമായി BJPയുടെ ഡൽഹിയിൽ നിന്ന് നിർദ്ദേശമുണ്ട്. മോളെയും മരുമാനെയും ഒക്കെ ഇതാക്കുന്ന എല്ലാം ഞങ്ങളെ കയ്യിലുണ്ട്, ഏത് സമയത്ത് തൂക്കിക്കൊണ്ടുപോകും. പോകണ്ട എങ്കിൽ ചെയ്യേണ്ടത് എന്താണ്?
ഇവിടെ കേരളത്തിൽ CPM ഉൾപ്പെട്ട LDF പ്രസ്ഥാനം ആദ്യം തകർക്കണം. അങ്ങനെ അരക്ഷിതാവസ്ഥ ഉണ്ടാവണം പാർട്ടിക്കുള്ളിലും അതേപോലെ CPIക്കുള്ളിലും LDFിനുള്ളിലും. ആ സന്ദർഭത്തിൽ BJPയിലേക്ക് ആളുകൾ അങ്ങോട്ട് കൊണ്ടുപോവുക, എത്തിക്കുക എന്നുള്ളതാണ് പിണറായി വിജയന് കൊടുത്ത ദൗത്യം. ഇത് കൃത്യമായി ഡൽഹിയിൽ നടന്ന ഒരു ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷന് പുറത്താണ് പിണറായി വിജയൻ ഇതൊക്കെ വിളിച്ചു പറയുന്നത്, അല്ലാതെ വിവരമില്ലാത്തതുകൊണ്ടൊന്നല്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മുന്നണി പൊളിക്കുക, എന്നിട്ട് BJPയെ വളർത്തുക എന്നുള്ള BJPയുടെ തന്ത്രം പിണറായി വിജയൻ അനുസരിക്കുന്നതിന് കാരണം അദ്ദേഹം ചെന്നുപെട്ടിട്ടുള്ള കേസുകളുണ്ടല്ലോ, ആ കേസുകളുടെ കണക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇന്ന് തൂക്കിയെടുക്കാനുള്ള തെളിവ് എൻഫോഴ്സ്മെന്റ് കൈവശമുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാതെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് കേന്ദ്രം. അല്ല, ഈ ED കേസുകൾ ഇങ്ങനെ നിരന്തരം വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലുള്ള വീട്ടിൽ ഒരു റെയ്ഡ് നടക്കുമ്പോൾ ബിനോയ് വിശ്വം അവിടെ നേരിട്ടെത്തി പിണറായി വിജയന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ മകളുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിന്റെ ബന്ധുക്കളിലേക്കും ഒക്കെ ഈ റെയ്ഡ് നീണ്ടു കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് ബിനോയ് വിശ്വം പറഞ്ഞത്, ഇതിൽ ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായമില്ല, ബിസിനസ് വേറെ രാഷ്ട്രീയം വേറെ. അപ്പോൾ വീണയ്ക്കെതിരെയുള്ള കേസുകൾ അവരൊരു വ്യക്തി എന്ന രീതിയിൽ അവർ നേരിടട്ടെ എന്ന് പരസ്യമായി ബിനോയ് വിശ്വം പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൻ്റെ പേരിൽ ഇനിയൊരു ചർച്ചയില്ല എന്ന് വളരെ കറ്റൻഡറി ആയിട്ടുള്ളൊരു വാക്ക് വരുന്നത്. നമ്മൾ ഇതും കൂടി കൂട്ടി വായിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മൾ കുറേ കാലമായി ബിനോയ് വിശ്വത്തെ ഒരു ഗുഡ് ഫോർ നത്തിങ് എന്നുള്ള രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു പൗരുഷമുള്ള CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് കണ്ടത് ആ അവസരത്തിലാണ്. അതായത് ആ ചക്രക്കുടത്തിൽ കൈയിട്ടാൽ നക്കുന്നവരല്ല ഞങ്ങൾ, ചക്രക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരാരുമില്ല എന്നൊക്കെയാണ് ചൊല്ല്. പക്ഷെ ആ കുടത്തിൽ കൈയിട്ട് നക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അതിനെ പകരം ഞങ്ങൾക്ക് അറിയേണ്ട, നിങ്ങൾ ചെയ്തത് നിങ്ങൾ അനുഭവിച്ചാൽ മതി. ഇത് ബിസിനസ്സാണ്, രാഷ്ട്രീയമല്ല. ആ രാഷ്ട്രീയ കച്ചവടത്തിൽ, അഴിമതി കച്ചവടത്തിൽ ഞങ്ങളെ പങ്കാളിയാക്കണ്ട, ഞങ്ങൾക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതേ സമയത്ത് രാഷ്ട്രീയപരമായുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അതിന് കൂടെ ഉണ്ടാകും. അപ്പൊ ഇവിടെ നടന്നത് ശരിക്കും അഴിമതിയാണ്, തട്ടിപ്പാണ്. ഈ പണ ഇടപാട് മുഴുവൻ കൃത്യമായി പറഞ്ഞാൽ പിണറായിയെയും മകളെയും മരുമോനെയും അകത്താക്കുന്ന കൃത്യമായിട്ടുള്ള തെളിവുള്ള ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ 30 കോടി രൂപ ഇല്ല എന്നുള്ള കാര്യം ഇതുവരെ ആര് പറഞ്ഞിട്ടില്ല? നമ്മുടെ വീണാ വിജയനോ അല്ലെങ്കിൽ പിണറായി വിജയനോ പറഞ്ഞില്ല. 20 കോടി രൂപ, 22 കോടിയോളം ഉണ്ട്. ആ 22 കോടിയോളം രൂപ നടന്ന എക്സാലോജിക് വഴി നടന്ന ഇടപാടുകൾ ഒരു കാരണവശാലും അംഗീകരിക്കാവുന്ന കാര്യമല്ല എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. കാര്യമല്ല, മോളൊന്നും പാർട്ടിയില്ലാത്ത ആളാണ്. അതേപോലെ മരുമോന്റെ വഴിക്ക് വന്ന കുറെ ആളുകൾ എൻഫോഴ്സ്മെന്റ് റെയ്ഡിൽ വന്നിട്ട് റെയ്ഡിൽ കുടുങ്ങിക്കഴിഞ്ഞപ്പോൾ അതൊന്നും ഞങ്ങളെ ഇതിൽ പെട്ടതല്ല. പാർട്ടിക്കാരാണെങ്കിൽ നമുക്ക് നോക്കാം, ഇത് പാർട്ടിക്കാരേ അല്ല. മാത്രമല്ല റിയാസിന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ അധോലോക മാഫിയ പ്രവർത്തനമാണ്. അധോലോക മാഫിയ പ്രവർത്തന ഭാഗമാണല്ലോ ഇവിടെ നിന്ന് ഹവാല വഴി വിദേശത്ത് ഈ പണം അയക്കുന്നത്. ആ പണം അയച്ചിരിക്കുന്നത് എങ്ങോട്ടാണ്, ആർക്കാണ് എന്നൊക്കെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇതിലപ്പുറത്തെയുള്ള ഞെട്ടലുണ്ടാക്കും. അപ്പൊ ഇതൊരു ഐസ്ബർഗിന്റെ വലിയൊരു മലയുടെ ഒരു ചെറിയൊരു ഭാഗമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചത് ആരാണ്? പിണറായി വിജയനാണ്. ഈ 20 റുപ്യൊക്കെ 22 കോടി റുപ്യൊക്കെ വലിയ എമൗണ്ട് ആണോ? അദ്ദേഹം അത് പറയുകയും ചെയ്തല്ലോ. നമ്മൾ പറഞ്ഞു കേൾക്കുന്ന തുകയുടെ ഒരു കണക്ക് നോക്കുമ്പോൾ അത് ചെറിയൊരു നിസ്സാരമായ എമൗണ്ട് ആണെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 20 കോടി രൂപ നിസ്സാരമായൊരു എമൗണ്ട് ആണെന്ന് പറയുമ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ അതിന്റെ ഗൗരവ സ്വഭാവം ചിന്തിക്കേണ്ടതല്ലേ? അതായത് ജീവിതകാലം അധ്വാനിച്ചാൽ പോലും നമുക്ക് 20 കോടി റുപ്യ ഉണ്ടാക്കാൻ പറ്റുന്ന സമയത്താണ് നിഷ്പ്രയാസം ഈ ചുരുങ്ങിയ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതാവേണ്ട ആവശ്യമുണ്ടോ? സാറേ, അവിടെ മറ്റൊരു കാര്യം കൂടി പ്രസക്തമാണ്. ചർച്ചയൊന്നും വഴിമാറി പോകുന്നില്ല. ഈ 20 കോടി രൂപ ഇവരുടെ ബാങ്കിൽ ഉണ്ടാവാൻ വേണ്ടി എന്ത് തരത്തിലുള്ള ഒരു വരുമാന മാർഗം കിട്ടുന്ന തൊഴിലാണ് ഇവർ ചെയ്തിരുന്നത് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇപ്പോഴും. അത് ഈ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾക്ക്, അണികൾക്ക്, പ്രവർത്തകർക്ക് ഇവരോട് ചോദിക്കാനും പറ്റുന്നില്ലല്ലോ. അതായത് ഒരു സാമാന്യ മര്യാദയെ വെച്ചിട്ട് പാർട്ടി തന്നെ ചോദിക്കേണ്ടതാണ്. പിണറായി സഖാവേ, നിങ്ങളുടെ മകൾ പാർട്ടിയുടെ അഡ്രസ്സിലുള്ള തിരുവനന്തപുരത്തെ AKG സെന്ററാണ് എല്ലാത്തിലും കൊടുത്തിരിക്കുന്നത്. പാർട്ടിയെ തന്നെ ഇതിൽ കുടുക്കിയിട്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ സുതാര്യമായിരിക്കണം കാര്യങ്ങൾ. ഈ 20 കോടി രൂപ ഇവിടുന്ന് കിട്ടി. മാത്രമല്ല ഹവാല വഴി എന്തിനാണ് വിദേശത്തേക്ക് ഭർത്താവിന്റെ വഴിക്ക് എല്ലായിടത്തും എത്തിച്ചത്? അത് നമുക്ക് എത്തിക്സിനെതിരല്ലേ? നമ്മളെ പാർട്ടി ഇത്തരത്തിലുള്ള അഴിമതിക്കാരെ സംരക്ഷിക്കാറില്ലല്ലോ. അഴിമതിക്കാരെ വന്നു എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളെ പാർട്ടി പുറത്താക്കണമെന്നാണ്
ഭരണഘടന പറയുന്നത്, പാർട്ടി ഭരണഘടന പറയുന്നത്. ആ സമയത്ത് കൃത്യമായി തെളിവുള്ള സ്ഥാനത്ത് 1 രൂപ മോഷ്ടിച്ചാൽ, 1 രൂപ അത്തരം കാര്യങ്ങൾ നടത്തിയാൽ അത് കുറ്റമാണ്. ആ കുറ്റം ചെയ്ത ആളെ മാറ്റി നിർത്തണം. ഇപ്പോൾ 1 കോടിയല്ല 20 കോടിയുണ്ട്, 22 കോടിയുണ്ട്. ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? 85 ലക്ഷം രൂപ ഇവിടുന്ന് വിദേശത്തേക്ക് കടത്തിയതിന്റെ വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു. അല്ല, അത് ED അത് കൃത്യമായി ആണല്ലോ കണ്ടെത്തിയത്. കാരണം അങ്ങോട്ട് എങ്ങനെ ഏത് രീതിയിൽ ബന്ധപ്പെടുന്ന ഏത് സിം കാർഡ് ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളത് ED കൃത്യമായിട്ട് പറഞ്ഞു വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPIക്ക് കൊടുക്കില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ കേവലം രാഷ്ട്രീയം മാത്രമല്ല എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, രാഷ്ട്രീയം ഇല്ലാതല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൽ CPM-നെ തകർക്കാൻ പിണറായി വിജയൻ തന്നെ പ്ലാൻ ചെയ്യണം. അല്ല, LDF-നെ തകർക്കാൻ പിണറായി വിജയൻ തന്നെ പ്ലാൻ ചെയ്യണം. പിണറായി വിജയനെ ചെയ്തോളണം. ഇല്ലെങ്കിലോ അവിടെ നിന്ന് തൂക്കിക്കൊണ്ടോ. ED ഏത് സമയത്ത് തൂക്കാവുന്ന കാര്യങ്ങളാണല്ലോ മുന്നിൽ വന്ന് നിൽക്കുന്നത്. നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെകുത്താനും കടലിനും ഇടയിലാണെന്ന് ഒരു ചോദ്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചെകുത്താനും കടലിനും ഇടയിലെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറെ ഒരു 100 കോടി മോഷ്ടിക്കുകയാണെങ്കിൽ ഒരു 5 കോടി അപ്പുറത്ത് കൊടുക്കും, 5 കോടി ഇപ്പുറത്ത് കൊടുക്കും. അങ്ങനെ അതൊക്കെ സെറ്റിൽ ചെയ്യാനുള്ള പൈസ അപ്പുറം കൊടുക്കും. പിന്നെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ നിർത്തുന്നതായിട്ട് അവർക്ക് കപ്പിച്ച് കൊടുക്കും. ബാക്കി പൈസ എടുക്കാറുള്ളത്. മുമ്പ് ലാവ്ലിന്റെ പണം ഉപയോഗിച്ചിട്ടാണ് 8 കോടി രൂപ കൊടുത്തിട്ടാണ് പിന്നെ AKG സെന്ററിനുള്ള ഫ്ലാറ്റുകൾ നിർമ്മിച്ചത്. അവിടെയല്ലേ AKG പിന്നെ എല്ലാവരും താമസിക്കുന്നത്. ഈ അഴിമതി പണം കൊണ്ട് ഉണ്ടാക്കിയ പണം കൊണ്ടല്ലേ അവിടെ AKG സെന്ററിന് മുന്നിലുള്ള CPM-ന്റെ സെക്രട്ടേറിയറ്റ് മെമ്പർമാരുടെ വീടുകൾ, ഫ്ലാറ്റുകളുള്ളത്. അവിടെയല്ലേ താമസിക്കുന്നത് പിണറായി വിജയൻ അടക്കം പലപ്പോഴും. അപ്പോൾ പിണറായി വിജയൻ ഇപ്പം സൗകര്യമുള്ള സ്ഥലം വേറെയുണ്ട്, അത് വേറെ പ്രശ്നം. അത് 2 കോടി രൂപ കൊടുത്തിട്ടാണ് ആ സ്ഥലം എടുത്തത്. അല്ലാതെ 1 രൂപ പെട്ടെന്ന് അങ്ങനെ പോയി ചെന്ന് എടുത്തല്ല. 2 കോടി റുപ്യനൊക്കെ പറഞ്ഞാൽ എന്താ പിണറായി വിജയന് ഒരു പുല്ലാണ് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. സാധാരണക്കാരനല്ലേ 2 കോടി 20 കോടി എന്നൊക്കെ പറഞ്ഞ വലിയ എമൗണ്ട്. പിണറായി വിജയൻ ഒരു പുല്ലാണ്. അദ്ദേഹം തന്നെ കൃത്യമായി പറഞ്ഞു, ഈ ചെറിയ എമൗണ്ടിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പിണറായി വിജയൻ അതിങ്ങോട്ടൊക്കെ എത്രയോ ഉയർന്ന് നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇടപാടുകളിലൂടെ പണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹം. കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ് പിണറായി വിജയൻ. തീർച്ചയായും ബിസിനസ്മാനായി നമ്മൾ പിണറായി വിജയനെ കണ്ടാൽ ഇത്ര കൗശലക്കാരനായ ബിസിനസ്സുകാരൻ നമ്മൾ വേറെ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഭരണത്തിൽ ഇരുന്നു കൊണ്ട് ആരും അറിയാതെ ഈ പണം ഉണ്ടാക്കുകയും പിന്നീട് അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യാണ്, എന്റെ കയ്യിൽ കോടികളുണ്ട്, അതിന്റെ മുന്നിൽ ഇതൊക്കെ ആര് വില വെച്ചിരിക്കുന്നു 20 കോടി എന്ന് അദ്ദേഹം പറയുകയും ചെയ്താൽ അദ്ദേഹം എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ നേരത്തെ ക്രൈം വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. 2021 ഞാൻ ആദ്യമായി കേരളത്തിൽ ഒരാൾ വെളിപ്പെടുത്തുന്നത്, അതായത് 1000 കോടി രൂപ പിണറായി വിജയന് കള്ളപ്പണ നിക്ഷേപമുണ്ട്. 2020 അവസാനമാണ്. അത് മറാണ ഷാജിന് കൊടുത്ത ഇന്റർവ്യൂവിലാണ്. 1000 കോടി രൂപ പിണറായി വിജയന് വിദേശത്തുണ്ട് എന്ന് പറയുമ്പോൾ അന്ന് നമ്മൾ വലിയ എമൗണ്ട് ആയി കണ്ടു. പിന്നെ മലവെള്ളപ്പാച്ചിൽ വന്ന പോലെ പിണറായി വിജയൻ ഇതേപോലെ അവിടുന്നും ഇവിടുന്നും ഒക്കെ ഈ ഫണ്ട് മുടിഷ്ടിച്ച് ഈ പണമെല്ലാം വിദേശത്ത് എത്തിച്ചിരിക്കുകയാണോ. 1 ലക്ഷം കോടിയിൽ മേലെ അദ്ദേഹത്തിന് വിദേശത്ത് ഫണ്ട് ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പൊ അങ്ങനെയുള്ള പിണറായി വിജയനെ ഒരു CPIM കാരനായി ദിവാരം കാണുന്നില്ല. പകരം കേരളം കണ്ട ഏറ്റവും വലിയ അധോലോക മാഫിയ ആയിട്ടുള്ള ആളായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് അയാൾ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചത്. സാർ, ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം കാണാണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസന്നമായ ഭാവിയിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു പൊട്ടിത്തെറി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണല്ലോ പിണറായി വിജയൻ ശ്രമിക്കുന്നത്. BJPയുടെ ആവശ്യത ആണല്ലോ ഈ LDF തകരണം. അപ്പൊ അതിലുള്ള ആളുകളൊക്കെ എവിടെ പോകും? BJPയിലേക്ക് പോകും. അതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്, അല്ല വേറൊന്നല്ല. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് വിവരമില്ലാത്തതുകൊണ്ടോ കഴിവില്ലാത്തതുകൊണ്ടൊന്നല്ലോ. 10-18 വർഷം പാർട്ടിയെ നയിച്ചുള്ള സംസ്ഥാന സെക്രട്ടറി, 10 വർഷം കേരളത്തെ ഭരിച്ചുള്ള മുഖ്യമന്ത്രി, ഇത്തരം സ്ഥാനങ്ങളിൽ ഇരുന്ന പിണറായി വിജയന് അദ്ദേഹം കൃത്യമായി കഴിവില്ല എന്നാണോ പറയുന്നത്? അതെ, അദ്ദേഹത്തെ രാഷ്ട്രീയം എന്താന്നുള്ള കാര്യം പഠിപ്പിക്കേണ്ടതില്ല. ഇപ്പൊ അദ്ദേഹം മോഷ്ടിക്കാനും അത് സുരക്ഷിതമായി നിലനിർത്താനുമുള്ള വിദ്യകളും കൃത്യമായി പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് കേന്ദ്രത്തിലാണ് കേന്ദ്രം, പാർട്ടിയാണ് പാർട്ടി, മുന്നണിയാണ് മുന്നണി. ഇതൊന്നും അദ്ദേഹത്തിന് ബാധകമല്ല. അപ്പൊ BJPക്ക് കേരളത്തിൽ വളരാനുള്ള പാത ഒരുക്കി തീർക്കാനുള്ള പരിപാടിയിലാണ് പിണറായി വിജയൻ. ബോധപൂർവം പറഞ്ഞാണ്
അറിയാതെ പറഞ്ഞല്ല ഈ കാര്യങ്ങളെല്ലാം എന്നുള്ളതാണ്. അത് കൃത്യമായി സി ദേവാരൻ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഈ കാര്യത്തിൽ സത്യസന്ധമായി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്.